Hello my dear students, hope you all have a nice day. So welcome to our new video. This is IBID Campus. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MS യൂണിവേഴ്സിറ്റി അഥവാ മനോന്മണിയം സുന്ദർനാർ യൂണിവേഴ്സിറ്റിയുടെ MBA ഫസ്റ്റ് സെമസ്റ്ററിന്റെ പ്രാക്ടിക്കൽ എങ്ങനെയാണ് എഴുതുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഇതാണ്: കളക്ട് എ ന്യൂസ് ആർട്ടിക്കിൾ ഫ്രം എനി ബിസിനസ് ഇൻഡസ്ട്രി ആൻഡ് റൈറ്റ് എ സമ്മറി ഓഫ് ദ ന്യൂസ് അലോങ് വിത്ത് യുവർ ഒബ്സർവേഷൻ ഫ്രം എ ബിസിനസ് പെർസ്പെക്റ്റീവ്, അനാലിസ് കീ ആസ്പെക്ട്സ് സച്ച് ആസ് മാർക്കറ്റ് ഇംപാക്ട്, ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ്, സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആൻഡ് ഇൻഡസ്ട്രി ട്രെൻഡ്സ്. നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് ഇൻഡസ്ട്രി, ഏത് ഇൻഡസ്ട്രി ആവാം, നമുക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ഇൻഡസ്ട്രിയുടെ 10 ന്യൂസ് ആർട്ടിക്കിൾ, 10 ന്യൂസ് കട്ടിങ് സെലക്ട് ചെയ്ത് അതിന്റെ സമ്മറിയും അതിനെ ഒരു MBA സ്റ്റുഡന്റ് എന്ന രീതിയിൽ നിങ്ങൾക്കുള്ള അതിന്റെ ഒബ്സർവേഷൻസ്, അതിന്റെ ആ ഒരു ന്യൂസിനുമായി ബന്ധപ്പെട്ട മാർക്കറ്റ് ഇമ്പാക്ട്, ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ്, സ്ട്രാറ്റജിക് ഡിസിഷൻസ്, അതുപോലെ ഇൻഡസ്ട്രി ട്രെൻഡ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു ടോട്ടലി നമ്മൾ ഏതാണ് ഫസ്റ്റ് പേജ്, ഏതാണ് സെക്കൻഡ് പേജ്, ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് നോട്ട്ബുക്ക് എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പേജ് ഒക്കെ ഏതാണ് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. ഓക്കെ. അപ്പൊ ഇത്തരത്തില് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പേജൊക്കെ നിങ്ങൾക്ക് LMS ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. LMS ഇതെല്ലാം അവൈലബിൾ ആണ്. ഒരിക്കലും നിങ്ങൾ A4 ഷീറ്റിൽ, A4 പേപ്പറിലല്ല എഴുതേണ്ടത്, A4 ന്യൂസ് പ്രിന്റ് അതിലൊന്നും അല്ല എഴുതേണ്ടത്. മറിച്ച് ഇത്തരത്തിൽ ഇതാണ് നിങ്ങളുടെ ഫ്രണ്ട് ഷീറ്റ് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രാക്ടിക്കൽ റെക്കോർഡ് നോട്ട്ബുക്ക്, മനോന്മണിയം സുന്ദർനാർ യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കൽ റെക്കോർഡ് നോട്ട്ബുക്ക്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA ഫസ്റ്റ് സെമസ്റ്റർ, എക്സിക്യൂട്ടീവ് കമ്മ്യൂണിക്കേഷൻ 1 പ്രാക്ടിക്കൽ. ഇത്തരത്തിൽ ഇതാണ് നിങ്ങളുടെ ഫ്രണ്ട് ഷീറ്റ് വരുന്നത്. അതുപോലെ ഇതാണ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്. രണ്ടാമതായിട്ട് നിങ്ങൾ വെക്കേണ്ടത് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് LMS അവൈലബിൾ ആയിരിക്കും. മൂന്നാമതായിട്ട് നമ്മൾ വെക്കേണ്ടത് ഇൻഡെക്സ് ആണ് കേട്ടോ, ഇൻഡെക്സ് ആണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ റെസ്പോൺസ് ഷീറ്റ് ആണ്. ഇതെല്ലാം റെസ്പോൺസ് ഷീറ്റ് ആയിട്ട് വരും. ഓക്കെ. അപ്പൊ ഈ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് LMS അവൈലബിൾ ആയിരിക്കും. LMS നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആ പേപ്പേഴ്സിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ദെൻ നമുക്ക് ഫസ്റ്റ് പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഫ്രണ്ട് പേജ് വരിക. ഇവിടെ ഓൾറെഡി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇവിടെ നിന്ന് നമുക്ക് നെയിം ഉണ്ട്. നെയിമിൽ നിങ്ങൾ നിങ്ങളുടെ നെയിം എഴുതി കൊടുക്കുക. അത് ക്യാപിറ്റലാണ് എഴുതേണ്ടത് കേട്ടോ, സ്മോൾ ലെറ്റേഴ്സ് അല്ല, ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ എന്നുള്ളത് നിങ്ങളുടെ എൻറോൾ നമ്പറും താഴെ SID എഴുതണം കേട്ടോ. മുകളിൽ എൻറോൾ നമ്പർ എഴുതി കൊടുക്കുക, താഴെ SID കൊടുക്കുക. ഇത്തരത്തിലാണ് നമ്മൾ ആദ്യത്തെ പേജ് ഫില്ല് ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ ഓൾറെഡി പ്രിന്റഡ് ആണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ സെക്കൻഡ് പേജ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഇവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എഴുതാൻ മിസ്റ്റർ ഓർ മിസ്, ഇവിടെ നിങ്ങളുടെ പേര് എഴുതി കൊടുക്കുക. അതും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നിങ്ങളുടെ പേര് എഴുതുക. രണ്ടാമത്തെ രജിസ്റ്റർ നമ്പറിൽ കൊടുത്ത് നിങ്ങളുടെ എൻറോൾ നമ്പർ, ഇവിടെ SID വേണ്ട, എൻറോൾ നമ്പർ മാത്രം മതി കേട്ടോ. ശ്രദ്ധിക്കണേ, ആദ്യം ഉള്ളിടത്ത് നിങ്ങളുടെ പേരും എൻറോൾ നമ്പർ പിന്നെ SID അത് എഴുതണം. രണ്ടാം പേജ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. രണ്ടാമത് രജിസ്റ്റർ നമ്പർ എന്നുള്ളടത്ത് നിങ്ങളുടെ എൻറോൾ നമ്പർ കറക്റ്റ് ആയിട്ട് എഴുതുക. ഒരിക്കലും തെറ്റരുത്, കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. പിന്നെ ബാക്കിയൊന്നും നിങ്ങൾക്കുള്ളതല്ല. ഇവിടെ ഇന്റേണൽ എക്സാമിനർ, എക്സ്റ്റേണൽ എക്സാമിനർ ഇതൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതില്ല. നിങ്ങൾ അവിടെ ഒന്നും ചെയ്യേണ്ട. ഈ ബോണഫൈഡ് സർട്ടിഫിക്കറ്റിൽ ഈ 2 ഭാഗം മാത്രമാണ് സ്റ്റുഡന്റ് പാർട്ടായിട്ട് വരുന്നത്, സ്റ്റുഡന്റിന് ഫില്ല് ചെയ്യാനുള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എല്ലാം എഴുതി കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ആണ് ഇൻഡെക്സ് എഴുതേണ്ടത്. അപ്പൊ ഞാൻ ലാസ്റ്റ് തന്നെ ഇൻഡെക്സ് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് റെസ്പോൺസ് ഷീറ്റ് വരിക. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു ബിസിനസ് ഇൻഡസ്ട്രിയിലെ 10ഓളം ന്യൂസ് ആർട്ടിക്കിൾ കണ്ടോ. ഇവിടെ ന്യൂസ് കട്ടിങ് സെലക്ട് ചെയ്തിട്ടുള്ളത്, ന്യൂസ് കട്ടിങ് അത് നമ്മൾ സെലക്ട് ചെയ്ത് അത് കണ്ടെത്തി അത് ഇത്തരത്തിൽ ഇവിടെ ഒട്ടിച്ചു വെക്കണം. ശേഷം അതിന്റെ സമ്മറി എഴുതണം. ഓക്കെ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ ഒരു പേജിൽ ഇത് എക്സസൈസ് നമ്പർ 1, ഒന്നാമത്തെ ന്യൂസ് കട്ടിങ് ആയതുകൊണ്ട് എക്സസൈസ് നമ്പർ എന്നുള്ളടത്ത് ഇത് 1 എക്സസൈസ് നമ്പർ 1. പിന്നെ ഡേറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ടൈറ്റിൽ ഓഫ് ദി ന്യൂസ്. ഈ ഒരു ന്യൂസിൽ നിങ്ങൾക്ക് കാണാം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു സാമ്പിൾ ആണ്. ഇവിടെ എടുത്തിട്ടുള്ള ബിസിനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ടൂറിസം ആണ്. സോ ആ ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് കട്ടിങ് സെലക്ട് ചെയ്യുന്നു, അതിവിടെ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നു. ശേഷം നമ്മൾ ഇതിൽ അതേ ടൈറ്റിൽ ഇവിടെ എഴുതി കൊടുക്കുക. ടൈറ്റിൽ ഓഫ് ദി ന്യൂസ് ടൂറിസം വെഡിങ്സ് ആൻഡ് MIC ഡ്രൈവ് ഇന്ത്യസ് ഹോസ്പിറ്റാലിറ്റി ഗ്രോത്ത്. കറക്റ്റ് ആയിട്ട് ഈ ടൈറ്റിൽ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു. അപ്പൊ ഇത് ഒന്നാമത്തെ ന്യൂസ് ആണ്. അപ്പൊ എക്സസൈസ് നമ്പർ 1 ഡേറ്റ് കൊടുക്കുക, ടൈറ്റിൽ ഓഫ് ദി ന്യൂസ് കൊടുക്കുക. ശേഷം ഒരു ഭാഗം, ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക, നമ്മൾ ന്യൂസ് ഒട്ടിക്കുക. ഇനി അടുത്തത് നമ്മൾ സമ്മറി എഴുതണം. ഈ ന്യൂസിൽ എന്താണ് പറയുന്നത്, ഈ ന്യൂസ് ആർട്ടിക്കിളിൽ എന്താണ് പറയുന്നത് എന്നതിന്റെ ഒരു ഷോർട്ട് സമ്മറി നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ ആ സമ്മറിയും എഴുതിയിട്ടുണ്ട്. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ ന്യൂസ് ആർട്ടിക്കിൾ സെലക്ട് ചെയ്തു, ന്യൂസ് ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ കൊടുത്തു, അത് ഒട്ടിച്ചു, അതിനുശേഷം അതിന്റെ സമ്മറി എഴുതി. ഇനിയാണ് ഒരു MBA സ്റ്റുഡന്റ് രീതിയിൽ നമ്മുടെ പ്രാക്ടിക്കലിന്റെ പ്രാധാന്യം വരുന്നത്. ഒരു MBA സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഈ ന്യൂസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒബ്സർവേഷൻ ആണ് അടുത്തത് എഴുതുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനെ നേരത്തെ വായിച്ചു, അനാലിസ് കീ ആസ്പെക്ട്സ്. ആദ്യം നിങ്ങളുടെ MBA സ്റ്റുഡന്റ് എന്ന രീതിയിൽ ഒബ്സർവേഷൻ എഴുതണം. അനാലിസ് കീ ആസ്പെക്ട്സ് സച്ച് ആസ് മാർക്കറ്റ് ഇമ്പാക്ട്, ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ്, സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആൻഡ് ഇൻഡസ്ട്രി ട്രെൻഡ്സ്. ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഒബ്സർവേഷൻസ് ആസ് എ MBA സ്റ്റുഡന്റ് നിങ്ങളുടെ ഒബ്സർവേഷൻ ഇവിടെ എഴുതണം. അതുപോലെ തന്നെ ഈ ന്യൂസുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രി ഇമ്പാക്ട്, ഈ ന്യൂസ് ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ഫിനാൻഷ്യൽ അനാലിസിസ്, അതുപോലെ തന്നെ ബിസിനസ് ഇൻസൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതണം.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു എക്സസൈസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഏതെങ്കിലും ഒരു ബിസിനസ് ഇൻഡസ്ട്രി, നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും ഒരു ബിസിനസ് ഇൻഡസ്ട്രി സെലക്ട് ചെയ്ത് അത് ഇതുപോലെ അതിന്റെ ന്യൂസ് കട്ടിങ് ഒട്ടിച്ച് ശേഷം അതിന്റെ സമ്മറി എഴുതി ദെൻ ആസ് എ MBA സ്റ്റുഡന്റ് അതിന്റെ ഒബ്സർവേഷൻസും ആ ന്യൂസുമായി ബന്ധപ്പെട്ട മാർക്കറ്റ് ഇമ്പാക്ട്, ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ്, സ്ട്രാറ്റജിക് ഡിസിഷൻസ്, ഇൻഡസ്ട്രി ട്രെൻഡ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഇതാണ് ഒരു എക്സസൈസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? കണ്ടല്ലോ? ഇതാ ഇപ്പൊ ഈ 3 പേജാണ് ഒരു എക്സസൈസ് ആയിട്ട് വരുന്നത്. ഇത് എക്സസൈസ് നമ്പർ 1. ഇതുപോലെ 10 എണ്ണാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് 2 കാണാം. എക്സസൈസ് നമ്പർ 2 ഡേറ്റ് കൊടുക്കുന്നു, അതേ വിഷയം, ഒരേ ഇൻഡസ്ട്രി ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ടൂറിസം ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 10 എണ്ണം ടൂറിസ്റ്റ് ആയിരിക്കണം, എഡ്യൂക്കേഷൻ ആണെങ്കിൽ 10 എണ്ണം എഡ്യൂക്കേഷൻ ആയിരിക്കണം, ഹെൽത്ത് ആണെങ്കിൽ മെഡിക്കൽ ആണെങ്കിൽ 10 എണ്ണം മെഡിക്കൽ ആയിരിക്കണം. ഇത്തരത്തിൽ നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത്, ഏത് ബിസിനസ് ഇൻഡസ്ട്രി സെലക്ട് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് 10 ന്യൂസ് ആർട്ടിക്കിൾ ഓർ 10 ന്യൂസ് കട്ടിംഗ് സെലക്ട് ചെയ്ത് ഇത്തരത്തിൽ അതിന്റെ സമ്മറി ആസ് എ MBA സ്റ്റുഡന്റ് അതിന്റെ ഒബ്സർവേഷൻ, മാർക്കറ്റ് ഇമ്പാക്ട്, ഫിനാൻഷ്യൽ സ്ട്രാറ്റജീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇതിപ്പോ എക്സസൈസ് നമ്പർ 2 എന്ന് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, ഇതേ ടൈറ്റിൽ ഓഫ് ദ ന്യൂസ് കൊടുക്കുക, സമ്മറി കൊടുക്കുക, വീണ്ടും ഒബ്സർവേഷൻസ്, അതുപോലെ തന്നെ അതിന് ഇമ്പാക്ട്, ഇൻഡസ്ട്രി ഇമ്പാക്ട് തുടങ്ങിയ കാര്യങ്ങൾ, ഫിനാൻഷ്യൽ അനാലിസിസ്, ബിസിനസ് ഇൻസൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ രണ്ടാമത്തെ കംപ്ലീറ്റ് ആയി. അടുത്തത് 3 ആണ്. ഇത്തരത്തില് 10ഓളം കണ്ടോ? 3, നെക്സ്റ്റ് 4, 5. ഞാൻ ഓരോന്ന് കാണിക്കുന്നില്ല. ഇത്തരത്തിൽ 10 ന്യൂസ് കട്ടിംഗ് നിങ്ങൾ സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ബിസിനസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട 10 ന്യൂസ് കട്ടിംഗ്, ഇത്തരത്തിൽ 10 ന്യൂസ് കട്ടിംഗ് സെലക്ട് ചെയ്ത് ഓരോ ആ റെസ്പോൺസ് ഷീറ്റിലും എക്സസൈസ് നമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അത്തരത്തിൽ 10ഓളം സെലക്ട് ചെയ്ത് അതിന്റെ സമ്മറിയും ഒബ്സർവേഷനും മറ്റ് ഇമ്പാക്റ്റുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇവിടെ നിന്ന് കാണാം ഒബ്സർവേഷൻ, ഇൻഡസ്ട്രി ഇമ്പാക്ട്, ഫിനാൻഷ്യൽ അനാലിസിസ്, ബിസിനസ് ഇൻസൈറ്റ്, ഇത്തരത്തിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നേരത്തെ നമ്മളൊരു പേജ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഇൻഡെക്സ് ആണ്. അതായത് നമ്മുടെ 3ാമത്തെ പേജാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്രണ്ട് പേജ് കഴിഞ്ഞ് പിന്നെ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ആണ്. നമ്മുടെ 3ാമത്തെ പേജ് വരുന്നത് ഇൻഡെക്സ് ആണ്. ആക്ച്വലി നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മുടെ 10 എണ്ണം എഴുതി കഴിഞ്ഞ ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഡെക്സ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇൻഡെക്സ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് 1 സീരിയൽ നമ്പർ 1, 2, 3, 4, 10 വരെ ഞാൻ ഇതിൽ 12 കൊടുത്തിട്ടുണ്ട്. മിനിമം 10 എഴുതണം കേട്ടോ. എല്ലാവരും 10 മസ്റ്റ് ആയിട്ട് എഴുതണം. 10 ന്യൂസ് കട്ടിങ് മസ്റ്റ് ആണ്. അപ്പൊ 1 കൊടുക്കുക. ശേഷം ഇവിടെയുള്ള ഡേറ്റ് നിങ്ങൾക്ക് കാണാം. ഓരോ എക്സസൈസിന്റെ അടിയിൽ ഡേറ്റ്, നമ്മൾ ചെയ്ത ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റ് കൂടി ഇവിടെ മെൻഷൻ ചെയ്യണം. കണ്ടോ? ഇപ്പൊ ഇവിടെ 5 ആണെങ്കിൽ എക്സസൈസ് നമ്പർ 5 ആണെങ്കിൽ അതിന്റെ ഡേറ്റ് എന്താണ്? 23/1/25. ആ ഡേറ്റ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ എക്സസൈസ് ചെയ്ത് അന്നത്തെ ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ എക്സസൈസ് നമ്പർ 5. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ എക്സസൈസ് നമ്പർ 5 എന്ന് കൊടുക്കുക. ദെൻ പേജ് നമ്പർ കൂടി കൊടുക്കണം, അത് മറക്കരുത്. നമുക്ക് ഇവിടെ പേജ് നമ്പർ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഞാൻ 1ാമത്തെ തന്നെ കാണിക്കാം, അതായിരിക്കും കുറച്ചുകൂടി സിമ്പിള്. ഓക്കെ, ഇപ്പൊ ഞാൻ എക്സസൈസ് നമ്പർ 1 എടുത്തിട്ടുണ്ട്, ആ പേജ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ എക്സസൈസ് നമ്പർ 1 ആണ്. ഇതിൽ താഴെ പേജ് നമ്പർ എഴുതാൻ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം. നമ്മുടെ മെയിൻ പേപ്പറിലാണ് പേജ് നമ്പർ ഉള്ളൂ. ഇവിടെ PP1 എന്ന് കൊടുക്കുക. പിന്നത്തെ ഷീറ്റിൽ ഓൾറെഡി പ്രിന്റഡ് ആയിരിക്കില്ല, നമ്മൾ എഴുതണം കേട്ടോ. PP എന്ന് പറഞ്ഞിട്ട് 2 എന്ന് കൊടുക്കണം, പേജ് നമ്പർ 2. നെക്സ്റ്റ് പേജ് നമ്പർ 3. ഓക്കെ, പിന്നെ അടുത്തതിലേക്ക് പോകുമ്പോൾ എക്സസൈസ് നമ്പർ 2 എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ ഓൾറെഡി പ്രിന്റഡ് ആയിരിക്കും. അപ്പൊ പേജ് നമ്പർ ഇവിടെ 3 ആയിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി 4, ദെൻ 5. ഇത്തരം പേജുകളിൽ നമ്മൾ PP എന്ന് എഴുതി കൊടുക്കണം കേട്ടോ. 5, 6, നെക്സ്റ്റ് പോകുന്നു 7. ഈ രീതിയിൽ പേജ് നമ്പർ നിങ്ങൾ എഴുതണം. അപ്പൊ അത് നമുക്ക് ഇൻഡെക്സിലേക്ക് ആവശ്യമുള്ളതാണ്. കണ്ടോ? ഇൻഡെക്സിൽ നമ്മൾ സീരിയൽ നമ്പർ ഇട്ടു. ദെൻ ഇവിടുത്തെ ഡേറ്റ്, ഇതിൽ ഏതാണോ ഡേറ്റ് എഴുതുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ എക്സസൈസ് നമ്പർ 1, ഇത് എക്സസൈസ് നമ്പർ 1 ആണ്. സോ എക്സസൈസ് നമ്പർ 1 ഇട്ടു. പേജ് നമ്പർ ഇത് ഏതാണ്? 1ാമത്തെ പേജ് നമ്പർ ആണ്. സോ ഇവിടെ എന്ത് ചെയ്തു? 1 എന്ന് എഴുതി. ഇനിയിപ്പോ നമ്മൾ ഫോർ എക്സാമ്പിൾ 2ാമത്തേലേക്കാണ് പോകുന്നെങ്കിലോ, എന്താ 2ാമത്തേലേക്കാണ് പോകുന്നെങ്കിൽ നോക്കാം നിങ്ങൾക്ക്. സീരിയൽ നമ്പർ 2, ഈ ഡേറ്റ് നമ്മൾ ഇവിടെ എഴുതി. എക്സസൈസ് നമ്പർ 2 എന്ന് എഴുതി. പേജ് നമ്പർ എത്രയാണ്? 4 ആണ്. സോ 4 എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഒന്നുകൂടി ഞാൻ കറക്റ്റ് ആയിട്ട് ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇതൊക്കെ നമ്മൾ 10ഓളം ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ, ഒരേ സെയിം ഇൻഡസ്ട്രി, ബിസിനസ് ഇൻഡസ്ട്രിയിലെ 10ഓളം ന്യൂസ് ആർട്ടിക്കൽ സെലക്ട് ചെയ്ത് അത് ഇതുപോലെ എക്സസൈസ് നമ്പർ 1, അതിന്റെ ഡേറ്റ്, ടൈറ്റിൽ ഓഫ് ദ ന്യൂസ്, ആ ന്യൂസ് ഇവിടെ ഒട്ടിക്കുന്നു, അതിന്റെ സമ്മറി എഴുതുന്നു, ദെൻ അതിന്റെ ഒബ്സർവേഷൻസും മറ്റ് ആസ് MBA സ്റ്റുഡന്റ് ഇൻഡസ്ട്രി ഇമ്പാക്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ ഫസ്റ്റ് പേജ്. അവിടെ നെയിമും രജിസ്റ്റർ നമ്പറും ഫില്ല് ചെയ്യാം. സെക്കൻഡ് പേജ് എന്ന് പറയുന്നത് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ആണ്. അതിൽ ഈ പാർട്ട് മാത്രം ഫില്ല് ചെയ്താൽ മതി, ബാക്കിയൊന്നും സ്റ്റുഡന്റ് പാർട്ട് അല്ല. ഈ പാർട്ട് കറക്റ്റ് ആയിട്ട് പേരും എൻറോൾ നമ്പറും തെറ്റാതെ ഫില്ല് ചെയ്യാം. ആൻഡ് തേർഡ് പേജ് ആണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം 10 ന്യൂസ് ആർട്ടിക്കിൾ, 10 ന്യൂസ് കട്ടിങ്, 10 എക്സസൈസ് നമ്മൾ എഴുതിയ ശേഷമാണ് ഇൻഡെക്സ് നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയുള്ളൂ. ഇൻഡെക്സിൽ സീരിയൽ നമ്പർ, ഡേറ്റ്,
ഡിസ്ക്രിപ്ഷൻ, പേജ് നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ MBA പ്രാക്ടിക്കൽ റെക്കോർഡ് നോട്ട്ബുക്ക് വരുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഞാനിപ്പോൾ ഇവിടെ പേപ്പർ ആയിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾ സിമ്പിൾ ബൈൻഡിങ് ആണ് ചെയ്യുന്നത് കേട്ടോ. ചെയ്യേണ്ടത് നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള സജഷനിൽ നിങ്ങൾ സിമ്പിൾ ബൈൻഡിങ് ആണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എളുപ്പത്തിന് ഓരോന്ന് എനിക്ക് പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബൈൻഡിങ് ചെയ്യാത്തത്. ഇത് കഴിഞ്ഞ് നമ്മളിത് ബൈൻഡിങ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും സിമ്പിൾ ബൈൻഡിങ് ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൗൺസിലേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.